ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വന്ന പാടൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടുതൽ ബെൽ ബട്ടൺ അമർത്തണം. നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ പ്രതീക്ഷിക്കുന്നു. നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് അച്ചാറാണ് കേട്ടോ. വെറും അച്ചാറല്ല, നമ്മുടെ കൈതച്ചക്കപ്പഴം കൊണ്ടുള്ള ഒരു അച്ചാർ. അടിപൊളി അച്ചാറാണ്. നമുക്ക് എല്ലാ ഫുഡ് ഐറ്റംസിൻ്റെയും കൂടുതൽ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ പറയാം. നന്നായിട്ട് പഴുത്ത കൈതച്ചക്കപ്പഴം വേണം കേട്ടോ. അത് നന്നായിട്ട് തൊലിയൊക്കെ മാറ്റി വൃത്തിയായിട്ട് ഇതേപോലെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ചെറിയ കഷ്ണങ്ങളായിട്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് വേണം കേട്ടോ. പിന്നെ വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഒരു 10 തൊട്ട് 12 പീസ് വരെ നന്നായിട്ട് മുറിച്ചത് വേണം കേട്ടോ. പിന്നെ പച്ചമുളക് അതൊരു 5 6 പീസസ് മതി. അത് ഇതുപോലെ ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞത് വേണം. വിനാഗിരി വേണം കേട്ടോ. വിനാഗിരി നമ്മുടെ അച്ചാർ കേടാകാതിരിക്കാനും പിന്നെ ഒരു പുളി വരാനൊക്കെയാണ് കേട്ടോ. പിന്നെ കറിവേപ്പില വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. വെളിച്ചെണ്ണ, മുളക് പൊടി, അച്ചാർ പൊടി, ഉലുവ, കടുക് എന്നിവയാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. നമുക്ക് സ്റ്റൗ കത്തിച്ച് പാത്രം ചൂടാകാനായി വെക്കാം. അപ്പം നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചൂടായ നമ്മുടെ എണ്ണയിലേക്ക് നമ്മുടെ കൈതച്ചക്കപ്പഴം മുറിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെള്ളമയമെല്ലാം പോയി നല്ലൊരു പാകത്തിലെത്തണം. അത് അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ കൈതച്ചക്കപ്പഴം നന്നായിട്ട് വെന്ത് നല്ല പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടും നനവില്ലാത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ ചൂടാക്കാനായി വെക്കാം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്രൈ ചെയ്യാം. കടുകും ഉലുവയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, അടിയിൽ പിടിക്കാതെ നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ.
നന്നായിട്ടത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. ആദ്യമായി തന്നെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ഒന്ന് ചെറുതായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മസാല നന്നായിട്ട് മൂക്കണം. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, കരിയാതെ സൂക്ഷിക്കണം കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇത്. അപ്പോൾ അത് നന്നായി തിളച്ചൊന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് നമ്മുടെ പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മുടെ പൈനാപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നിങ്ങളുടെ വീഡിയോയിൽ ലൈക്കും കമൻറ്റും ഷെയറും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെയും ബൈ.